മിസ്റ്റർ ആദു, നീ എൻ്റെ ഒരു ജേഴ്സി ഉണ്ട്, പക്ഷെ ആ ജേഴ്സി എനിക്ക് വേണ്ട. ആ ജേഴ്സിയുടെ പൈസ മതി, 350 രൂപ. എന്ത് 350 രൂപ? ആ പാലസ് റോഡിൽ പോയി എനിക്ക് 200 രൂപ ജേഴ്സി കിട്ടുമല്ലോ. ഈ പിന്നെ 200 രൂപ കട പോയി മേടിച്ചാൽ പോരെ. എൻ്റെ ആ ജേഴ്സി കട മേടിച്ചത് എനിക്ക് ഇനി ആ ജേഴ്സി വേണ്ട. 350 രൂപ തരാൻ പറ്റുമെങ്കിൽ തന്നാ മതി. അല്ല തരണം. അങ്ങനെ എനിക്കും പറയണ്ട. അതിശ നീ ഇന്നലെ എന്റെ വണ്ടി എടുത്തിനും പോയില്ലേ? അതിന്റെ പെട്രോൾ വേണ്ട, അതിന്റെ കാശ് മാത്രം മതി. അയ്യേ, നീ എന്ത് വളർത്താനോ പറയണ ആ ബാസൊക്കെ? ആശിക്ക് നിനക്കരുള്ള 350 ഞാൻ 150 രൂപ കുറച്ചേ തരുള്ളൂ. അതെന്തിനാ 150 കുറച്ചത്? നിനക്കൊരു ദിവസം ഞാൻ മന്തി മേടിച്ചു തന്നില്ലേ? അതിന്റെ 150 രൂപ ഞാൻ എടുക്കുന്നു. വെരി ചീപ്പ് ബ്രോസ്. നിങ്ങൾ ഇത് കേൾക്കണം. വീട്ടിൽ നിന്ന് കുറച്ച് ചോറ് 2 കഷ്ണം ചിക്കനും തന്നു. അതിനാണ് ഈ മന്തി എന്ന് ഞാൻ പറയണത്. ചോറും ചിക്കൻ കറിയും അങ്ങനെ പറഞ്ഞാൽ പോരെ. അതെപ്പോഴാ മന്തി ആയത്? അതോ തിന്നണേനൊന്നും കണക്ക് പറയല്ലേടാ. ഇല്ല, കണക്ക് പറയാനുള്ള. ഇനി മുതൽ ഒരു ബില്ല് എഴുതാരാ. അത് നീ എന്റെ ഒരു അണ്ടർവെയർ കൊണ്ടുവരണ്ടായിരുന്നു ഒരു 5 വർഷം മുമ്പ്. ഇനി ആ അണ്ടർവെയർ വേണ്ട, അതിന്റെ പൈസ മതി. നീ ഒന്നും വിചാരിക്കരുത്, ഞാൻ ആ ഷഡ്ഡിൽ നിനക്ക് തരാൻ വേണ്ടി കഴുകിയാമേലിട്ടതാ. പക്ഷെ വേറൊരു കൂട്ടുകാരൻ വന്നെടുത്തുണ്ട്. അപ്പൊ അത് വേറൊരു കൂട്ടുകാരൻ കൊണ്ടുപോയല്ല. അങ്ങനെ അത് കൈമാറി ഇപ്പൊ തലമുറകളാ. തലമുറ മാറിയാലും ദ്രവിച്ച് സാധനം എനിക്ക് അതിന്റെ പൈസ കിട്ടിയാൽ മതി. ബ്രോ, എനിക്കൊരു സഹായം കൂടെ ചെയ്യണം. ഞാനെന്ത് സഹായം ചെയ്യണം? ബ്രോ, എൻ്റെ ആ ഗേൾഫ്രണ്ടിന് ബ്രോ എനിക്കൊരു 2338 രൂപ മേടിച്ചു തരും. നീ ഇത്ര വൃത്തിയിടവനാണെന്ന് ഓർത്തില്ല. അവളുടെ അടുത്തില്ലേ ഒരു 4000 അങ്ങോട്ട് പറഞ്ഞു വാങ്ങണം കറക്കി. ഇതൊക്കെ എന്തിന്റെ കണക്കാണ് പറയണത്? അവൾക്ക് വേണ്ടി ചെലവാക്കിയാണോ നീ ഇത്? എടി, ഇതൊക്കെ ഞാൻ അവർക്ക് വേണ്ടി ചിലവാക്കിയ പൈസയാണ് ബ്രോ. അവളെ കാണാൻ ഞാൻ ബൈക്കിന് പോകുമ്പോൾ ബൈക്കിന്റെ പെട്രോൾ കാശ്, പിന്നെ മിഠായി, പിന്നെ ഇടയ്ക്ക് ബേക്കറി പോയിട്ട് ഒരു സാധനങ്ങൾ തിന്നും, പിന്നെ ചായ കട കയറി ചായ പഴംപൊരി അങ്ങനെ കുറെ സാധനങ്ങൾ തിന്നും. അപ്പൊ നീ അവക്ക് മേടിച്ചു കൊടുക്കണോ? ഒരിക്കലും അല്ലേ ബ്രോ. ഇതൊക്കെ അവളെ കാണാൻ പോകുമ്പോ ഈ വാവളപ്പന് മേടിച്ചു കൊടുക്കണതല്ല. എന്റെ ആഷിക്കാണ് എനിക്കെല്ലാം മേടിച്ചത്. ഇവരാണ് എനിക്കെല്ലാം മേടിച്ചത്. എന്റെ ആഷിക്കാണ്. സോറി ആഷിഖ്, തെറ്റെന്റെ ഭാഗത്താണ്. ഞാൻ അവിടുത്തെ പോക്കറ്റ് ബ്രെഡ് മാത്രം കഴിച്ചില്ല. സോറി ആഷിഖ്. അശ്കേ, ഇതിൽ നമ്മുടെ റോൾ എന്താ? നിങ്ങളൊക്കെ മെസ്സേജ് ഇടുക, പൈസ ഞാൻ തിരിച്ചു മേടിച്ചു തരിക. ദാറ്റ്സ് ഓൾ. ഇവളുടെ ഇൻസ്റ്റയോ നമ്പറോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിലേക്ക് ഷെയർ ചെയ്യേണ്ടതാണ്. ഇതെന്താണ് ഇത് ആടാ? എന്റെ പൊന്നു ബ്രോ, ഈ പെണ്ണിന്റെ ഇൻസ്റ്റയോ നമ്പറോ പേരോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ഉറങ്ങാൻ നേരത്തെ സ്വപ്നത്തിൽ ഈ പെണ്ണ് കയറി വരും. അവളെ ഞാൻ അങ്ങനെ കാണാൻ പോകും. ഇവനായിട്ട് ഞാൻ ഇടയ്ക്ക് ബേക്കറിയിലും ചായക്കടയിലും പോകും. അപ്പന്റെ ബിരിയാണി ഞാനൊന്ന് തള്ളി, അതിന്റെ പൊക്കത്ത് ഇവനും കയറി തള്ളി വെച്ച്. ഇത് വെറുതെ ആളവടിയാക്കിയാലോ? നാണക്കെടുത്തി കളഞ്ഞല്ല നീ. പെണ്ണില്ലാത്തോണ്ടല്ലേ ബ്രോ, ക്ഷമിക്കൂ ബ്രോ. അവൻ നാണം കെടുത്തിയാലും ഞാൻ നിങ്ങളെ നാണം കെടുത്തില്ല. എനിക്കൊരു പെണ്ണുണ്ടായി, അവളുടെ നിന്ന് എനിക്കൊരു 1000 രൂപ മേടിച്ചു തരാൻ പറ്റുമോ? ഏതാണ് പുന്നാന മോള്? വേറെ ആരുമല്ല, ഇപ്പൊക്കെ ഉള്ളവന്റെ പെങ്ങൾ, എന്റെ പെണ്ണ്. കടയടിമോ നീ ആർന്നല്ലേ? അവളെ തീറ്റിച്ചുണ്ടാൻ പോലെ ആക്കി കളഞ്ഞല്ലാടാ നീ. ഡാഡിയുടെ പൈസക്ക് ഞാൻ അവളെ തീറ്റിച്ചു, പക്ഷെ അവൾ എന്നെ തീറ്റിച്ചു.